മേച്ചേരിക്കുന്നിലെ ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടത്. കടുവയെ നമ്മൾ നേരിട്ട് ക്യാമറയിൽ കടുവയെ കാണുകയും ചെയ്തു. കടുവ ഓടിപ്പോകുന്നു ജനങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഈ പ്രദേശത്ത് തന്നെയാണ്, ഈ മേച്ചേരിക്കുന്ന് ഭാഗത്താണ് സുർജിത്ത് ഉള്ളത്. പറയൂ സുർജിത്തെ. ഇപ്പോൾ അറിയുന്ന ഒരു വിവരം ഇവിടെയുള്ള ഒരാളാണ്, അദ്ദേഹം പങ്കുവയ്ക്കുക. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിഞ്ഞത്? ഇപ്പം തൊട്ടടുത്തുള്ള ഒരു പ്രീത എന്ന് പറഞ്ഞ ഒരു വീടിൻ്റെ അടുത്ത് ശ്രീനിവാസൻ എരന്നല്ലൂർ എന്ന ഭാഗത്തുള്ള സ്ഥലത്താണ് ഇപ്പം കടുവ ചാടിയതായ സൗണ്ട് കേട്ടത്. അതിൻ്റെ അടുത്താണ് ഡ്രോൺ ഉള്ളതെന്ന് കേട്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അടുത്താണ്. മെയിൻ റോഡാണ്. എരന്നല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എരന്നല്ലൂർ മെയിൻ റോഡാണ്. കുങ്കിയാനെ കെട്ടിയ സ്ഥലം അവിടെ എത്തണ്ട, കുറച്ച് ഇപ്പുറത്തായിട്ട്. എന്തായാലും അദ്ദേഹം ഈ നാട്ടുകാരനാണ്, അദ്ദേഹം നൽകിയൊരു ഇൻഫർമേഷനാണ്. ഇവിടെ ഒരാളുടെ വീടിൻ്റെ സമീപത്ത് എരനല്ലൂർ എന്നാണ്, ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലം, 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് കടുവ ചാടുന്ന ശബ്ദം കേട്ടു. അതിന് മുകളിലാണ് ഡ്രോൺ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും കടുവ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കർശന നിർദ്ദേശം നൽകുന്നത്. ഒരു തരത്തിലും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകാനുള്ള സാഹചര്യം അതുതന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തലങ്ങും വിലങ്ങും പായുന്നൊരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും അതിനെ സുഗമമായ രീതിയിൽ കാട് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. അത് നേരെ തിരിച്ച് എതിർഭാഗത്തേക്ക് തന്നെ കയറി വരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കടുവ ഈ 5 വയസ്സുള്ള പ്രായമുള്ള ആൺകടുവയാണ്. WL, അതായത് വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള 112ാം നമ്പർ കടുവയാണിത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇന്ന് ആ ആരോഗ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇന്ന് പതുങ്ങിയിരിക്കുകയാണ് ഉണ്ടായത്. പകൽ മുഴുവൻ ആ കൊല്ലിയിൽ മരത്തണലിൽ ആയിരുന്നു കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. വൈകിട്ട് വനംവകുപ്പ് ദൗത്യം ആരംഭിച്ച ശേഷമാണ് അത് നേരെ പടക്കം പൊട്ടിച്ച വഴിക്ക് അത് എതിർഭാഗത്തേക്ക് മേച്ചേരിക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അവിടെ തോട്ടമായിരുന്നു. തോട്ടം കടന്ന് അതിപ്പോൾ എരനല്ലൂർ ഭാഗത്തേക്ക് കടുവ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് പറയാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് ഈ മേച്ചേരിക്കുന്ന ഭാഗത്തുള്ള ഒരു വീടിനകത്ത് അടുത്തു നിന്നാണ് നമ്മളിപ്പോൾ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വയലിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അതായത് നേരത്തെ കടുവ സാന്നിധ്യം ഉണ്ടായിരുന്ന വയലിനോട് ചേർന്നുള്ള ആ സ്ഥലത്തു നിന്നുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആശങ്കയുണ്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നലെ മുതൽ തന്നെ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ എല്ലായിടത്തും വലിയ ആശങ്ക പരത്തിയിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കടുവ ചീറിപ്പാഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന മേച്ചേരിക്കുന്നിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വനംവകുപ്പ് നടത്താൻ പോകുന്ന ആക്ഷൻ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കടുവയെ കാട് കയറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് അനുസരിച്ച് അതായത് വനംവകുപ്പ് മേധാവിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ ഉത്തരവിൽ ഏറ്റവും ഒടുവിലാണ് മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യമുള്ളത്. ആ ദൗത്യം നടപ്പാക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.